തലപതി അണ്ണൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമേൻ്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് പരിശോധിക്കാം നമുക്ക്. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. ജനനായകൻ നമ്മുടെ തലപതി വിജയ്, അതുപോലെ തന്നെ ബോബി ഡിയോൾ, അതുപോലെ തന്നെ പൂജ ഹെഡ്ജ്, അതുപോലെ തന്നെ മിത ബൈജ് എന്നിവർ അഭിനയിച്ച നമ്മുടെ എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. മ്യൂസിക് നമ്മുടെ അനിരുദ്ധാണ്. KVN പ്രൊഡക്ഷൻ ഹൗസാണ് സിനിമ നിർമ്മിച്ചത്. പടം പൊങ്കൽ പ്രമാണിച്ചായിരുന്നു ജനുവരിയിൽ റിലീസ്. പിന്നെ സിനിമേൻ്റെ റിലീസ് അങ്ങ് പോസ്റ്റ്പോണ്ടായി ഇലക്ഷൻ കാരണം. അങ്ങനെ സിനിമ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഒരു തിയേറ്റർ റിലീസാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഒരു റിലീസായിട്ടുള്ള ഒരു തീയതിയൊന്നും ആയിരുന്നില്ല. പെട്ടെന്നൊരു ഫ്ലാഷ് ആയിട്ട് റിലീസ് ചെയ്യായിരുന്നു. എന്നാൽ പോലും സിനിമയ്ക്ക് ലീക്കായ സിനിമയാണ്. നമുക്കറിയാം 1 കോടിയിലധികം ജനങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു OTT റിലീസ് അല്ലാതെ പൈറേറ്റഡ് ആയിട്ട്. അതുമാത്രമല്ല സിനിമയ്ക്ക് ഒരുപാട് സെൻസർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സിനിമ അങ്ങനെ തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. പ്രീസെയിൽ മാത്രം അഡ്വാൻസ് സിനിമയ്ക്ക് 30 കോടിന് മുകളിൽ സിനിമയ്ക്ക് വേൾഡ് വഴി നേടിക്കാൻ സാധിച്ചു. ഇനി സിനിമേൻ്റെ ഓപ്പണിംഗ് പരിശോധിക്കാം. കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 5,69,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ സിനിമയ്ക്ക് ആ ദിവസം കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ആയിട്ട് 2,56,00,000 അപ്രോക്സ് കാണാൻ സാധിക്കുന്നത്. 7ാമത്തെ ബിഗ്ഗസ്റ്റ് തമിഴ് ഓപ്പണിംഗ് ആയി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നമ്മുടെ തലപതിയുടെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും തലപതി വിജയുടെ 5ാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് തന്നെയാണ് നമ്മുടെ ജനനായകൻ സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് 32% റിക്കവറി ലഭിച്ചിട്ടുണ്ട്. 8 കോടിയാണ് സിനിമേൻ്റെ ബ്രേക്ക് ഈവൻ വാല്യൂ നിലവിൽ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും നല്ലൊരു തുടക്കം തന്നെയാണ് സിനിമയ്ക്ക്. 5,69,00,000 കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം ലീക്കായ സിനിമയാണ്, എന്നിട്ട് പോലും സിനിമ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. തലപതിയുടെ ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെയായിട്ട്. എന്തായാലും സിനിമയ്ക്ക് ഇനിയും ആവശ്യമാണ് നല്ലൊരു ഹോൾഡ് അടുത്ത ആഴ്ചകളിലായിട്ട്. ഓൾമോസ്റ്റ് 75-80% മാത്രം സിനിമയ്ക്ക് റിക്കവറി ലഭിച്ചാൽ മതി. അപ്പോൾ തന്നെ സിനിമ ഓൾമോസ്റ്റ് ഒരു സേഫായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ജനനായകൻ സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതിന് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ്. സിനിമ കണ്ടവരെ മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ ബുക്ക് ചെയ്യപ്പെടുത്തുക.